ആ കടയിൽ നിന്ന് ഒരു ഇന്നോടെടുത്ത ഡ്രസ്സാണ് ഫുള്ളായിട്ട് പോയിട്ടില്ല. ഇവിടെ പോയി കേട്ടോ. ലാമിയ നാസർ വ്ളോഗ്സ്. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗായിരിക്കും ഈ ഒരു ചാനലിൽ. ഞാൻ അതിന് മുമ്പ് കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടോ, പക്ഷേ ഇപ്പോൾ കുറേ ആയി ചെയ്തിട്ട് അതിനോട് ഒരു ഇത് കിട്ടുന്നില്ല. നിങ്ങൾ കുറച്ച് പേർക്കെല്ലാം എന്നെ അറിയുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആഷിയാസ വ്ളോഗ്, ആഷീസ് വ്ളോഗ് ഇതൊക്കെ നമ്മളെ ചാനലിൽ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാനിത് പറയണത് എന്താ വെച്ചാൽ, ഞാൻ അതായത് ഈ ചാനലിൽ ഫസ്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാത്തവർക്കും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഈദാണ്. അപ്പോൾ ഈദ് മുബാറക്ക് പറയാൻ പറഞ്ഞു കേട്ടോ. ഈദ് മുബാറക്ക് ഓൾ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഞാൻ അപ്പോൾ കുറച്ചായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കുറേ ഫാമിലീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അതിലൊക്കെ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു. മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഞാൻ മെഹന്തി ഇന്നലെ രാത്രി ഇട്ടോ. മറ്റേ എന്താ പറയുക, ഓർഗാനിക്കാണ്. അതുകൊണ്ട് ഇന്നലെ ഇട്ടുകൊണ്ട് വല്ലാണ്ട് ചുമന്നിട്ടില്ല. ശരിക്കും ഇല്ലാന്ന് പറഞ്ഞായിരുന്നു, പെട്ടെന്നല്ലേ പെരുന്നാളായത്. അപ്പോൾ ഇവിടെ പെരുന്നാളൊക്കെ എങ്ങനെ പോയി, ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പെരുന്നാൾ കൈയുണ്ടാവും. അപ്പോൾ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട്, അതായത് പണിയൊക്കെ കഴിഞ്ഞു, ഒരു പള്ളിയിൽ പോയി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാനായിട്ട് ഇരിക്കണം. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, ഇത് പിന്നെ ഷോപ്പ് വെച്ചതാട്ടോ. ഞാൻ പെർഫ്യൂം അടിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇടാൻ പറ്റുന്ന പാർട്ടി വെയർ ഒന്നും ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുങ്ങാം. ക്യാമറ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഡ്രസ്സ് ഇടുന്നത് പാലിത്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ മുഖത്തിൻ്റെ പിമ്പിളൊക്കെ ഇങ്ങനെ പോയത്. സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് പോയിട്ടില്ല, സ്റ്റിൽ ഇപ്പോഴും കുറേ ഉണ്ട് കേട്ടോ. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മോയ്സ്ചറൈസർ, പിന്നെ പിമ്പിൾ മാർക്സ് ഇടാനുള്ള ഒരു ഓയിൽമെൻ്റ് എന്തോ, പിന്നെ സൺസ്ക്രീൻ. അതാണ് മോർണിംഗ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് അതേപോലെ തന്നെ മോയ്സ്ചറൈസർ, പിന്നെ 2 ഓയിൽമെൻ്റ് ഉണ്ട്. ഒന്ന് പിമ്പിൾമേലും ഒന്ന് മാർക്സ്മേലും ഇടാനുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ 2-3 മെഡിസിൻസും ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ 1 മന്ത് വരെയാണ് മെഡിസിനോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞു, പിന്നെ മെഡിസിൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റിൽ പിമ്പിൾ പോയിരുന്നു, പിന്നെയും വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ മരുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതായത് മെഡിസിൻസ്. ഇട്ടൊരു മോയ്സ്ചറൈസറാണ്. ഏതൊരു പ്രൊഡക്ട്സ് ഇട്ട് കഴിഞ്ഞാലും നമ്മളത് ഉണങ്ങാൻ കുറച്ച് ടൈം കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോയ പോലെ. എന്താ അറിയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെയോ പറയുന്ന പോലെ, കുറേ ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ. ഞാൻ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ്, കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. തുടങ്ങിയപ്പോൾ നിർത്താൻ കുറച്ച് പണി. കുറച്ച് പറഞ്ഞ് ഞാൻ പിമ്പിൾമ മാത്രമാണ്, പിമ്പിൾ മാർക്സ്മ മാത്രം യൂസ് ചെയ്യുന്ന ഓയിൽമെൻ്റാണ്. യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഞാൻ എന്താ പറയുക, പ്രൊഡക്ട്സ് ഒന്നും കാണിച്ചു തരാത്ത. എനിക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അറിയില്ല, കാരണം എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതല്ലേ. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. യാക്നെ യൂവി സൺസ്ക്രീൻ, ഇത് ഈ പിമ്പിളിലൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ തേക്കുന്നുണ്ട്, ഒരു ഡൗട്ട്. ഇതൊക്കെ മതി. അപ്പോൾ അതാണ് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ മരുന്നാൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ പ്രൊഡക്ട്സ് ഒന്നും മുഖത്തേക്ക് യൂസ് ചെയ്യാനില്ല. ഇപ്പോൾ ഈദായതുകൊണ്ട് ചെറിയൊരു മറ്റേ സ്റ്റോപ്പ് ക്രീം അവിടെ ഫേസ് സ്കാനിൽ ഞാനൊരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കുറേ വട്ടം ഗൈസ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണുണ്ടോ, അത് ശീലമായി പോയിക്കും. മറ്റേ വ്ളോഗ് ചാനലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഗൈസ് പറഞ്ഞ് ഫുൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. അത് ഒഴിവാക്കണ്ടെന്ന്. ബട്ട് എനിക്കത് ശീലമായി, അത് വരികയാണ് ഓട്ടോമാറ്റിക്കലി. നന്നായിട്ട് പിന്നെ താഴത്ത് പോയിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് മുമ്പ് ഫുൾ കൈമത്തം തോന്നിട്ടുണ്ട്, ഫ്ലാഗായി. മുഖം മാത്രം മതി, ഇവിടെ ഇട്ടാൽ പിമ്പിളുണ്ടാവും, പേടി. ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ മരുന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ പൊതുവേ മേക്കപ്പായിട്ടൊന്നും ഫേസിലൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഒരു പൗഡർ പോലും ഇടാത്ത ആളാണ്. ഇപ്പോഴാണ് ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ സത്യം പറഞ്ഞാൽ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാനില്ലായിരുന്നു. ലിപ്സ്റ്റിക്ക് പിന്നെ കുറച്ച് എല്ലാവരും കൂടി മറ്റേ നടക്കുമ്പോൾ എന്നോട് ആശിക്കാക്ക് ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമാണ്, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടാൻ തുടങ്ങി ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ.
ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കും ലിപ്സ്റ്റിക്ക് വേണമെന്നായി ഫുള്ള്. എനിക്ക് തോന്നുന്നു എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് രസമല്ല. ആകെ കടയിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് എടുത്ത ഡ്രസ്സാണ് ഞാനിത്. 1 മിനിറ്റ് കൊണ്ട് കട ഷട്ടർ ഇട്ടിരുന്നു, അത് തുറപ്പിച്ചിട്ട് ഞാൻ ഇപ്പം എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞ് പോയി കണ്ടു, എടുത്തു വിട്ടു. അപ്പത്തിനും സത്യം പറഞ്ഞാൽ 1 മിനിറ്റിൽ എടുത്ത ഡ്രസ്സ് ആയിരിക്കും. എനിക്ക് തന്നെ അത്ഭുതമാണത്. ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ആളിനെയാണ്, പക്ഷെ എന്നാലും 1 മിനിറ്റ് കൊണ്ട് മേടിച്ചിട്ടുണ്ടോ അങ്ങനെ എടുത്ത ഡ്രസ്സാണത്. പിന്നെ എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് വേറെ ഡ്രസ്സ് എടുത്തിരുന്നു, പക്ഷെ ഞാനത് എന്തോ ഒരു കാരണവശാൽ കുറച്ച് മുന്നേ ഇട്ട് പോയി. അതുകൊണ്ടാണ് വേറെ ടോപ്പ് കൂടി പോയി എടുത്തത്. എനിക്ക് വേറെ ഡ്രസ്സ് ഉണ്ട്, ഇനിയിപ്പോൾ അത് ഇടണം. താഴെ പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ലിപ് ലൈനർ ചെയ്ത് കൊടുക്കാം. എനിക്കിതിലൊന്നും അത് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് കുറേ പേര് ചോദിച്ചിരുന്നു. ഞാൻ 2-3 ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം 8 ലിപ്സ്റ്റിക് ആയിരുന്നു, ഇപ്പോൾ പുതിയത് വാങ്ങിയതാട്ടത്. മാർസിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 01 ലീഡിങ് ലേഡി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് മാർസിൻ്റെ. ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഫേസ് സ്കാനിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിരുന്നത്. അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണ്ട കേട്ടോ. എല്ലാവരും പറയും ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഒറ്റ സ്വൈപ്പിലാണ് ഇടേണ്ടത്. സ്വൈപ്പിൻ്റെ അല്ലേ പറയാം. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടാണ് ഇടേണ്ടത്. സെറ്റല്ലേ? ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഐഷാഡോ ആക്കും. എനിക്ക് ഐഷാഡോ നല്ല വേറെ. ഞാൻ പുതിയ വാങ്ങിയത് തോന്നുന്നുണ്ട്. കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ സാധനം വാങ്ങട്ടെ, പക്ഷെ ഞാൻ അതൊന്നും ഇടാറില്ല. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയതായിരുന്നു. ഗ്ലാം ടീസ് ഐഷാഡോ സ്റ്റിക്ക്. ഇത് വലിയ ഉപകാരമൊന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഇടുമ്പോൾ നല്ലതുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സാധനം കാണൽ പോലും ഇല്ല. ഞാൻ ഈ മേക്കപ്പ് ഇടല് ശരിക്കും ഈ ഒരു മിറർ വെച്ചിട്ടോ. ഇത് എനിക്ക് സിമ്പിളാണ്. ഞാൻ വലിയിരുന്നു കേട്ടോ, പക്ഷെ ക്യാമറയിൽ കാണാൻ കുറച്ച് തടിച്ച്. ഇങ്ങളെല്ലാവരും കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്തൊക്കെ ചോദിക്കാൻ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. എന്തായാലും വീഡിയോ ചെയ്യണമാണ്. അപ്പോൾ ഐലൈനർ എടുത്തിട്ടോ. ഞാൻ ഇപ്പോഴും പണ്ട് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇടലില്ല, വല്ലപ്പോഴും ഇടലുള്ളൂ. അപ്പോൾ ഇതെന്നെ കൊണ്ടിടക്കണം. എല്ലാവരും കുറേ വേറെ മാറിയിട്ടുണ്ടോ, പക്ഷെ ഇതുപോലെ ഇന്നെ പോലെ തന്നെ ഇപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ഐലൈനർ മാത്രം കമൻറ്റ് ചെയ്യണേ. കൺമഷി ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കൺമഷി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഐലാഷസ് ഒന്ന് കേളായിട്ട് നിൽക്കും. ഇത് ചെയ്തിട്ട് വരാം. നിങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യൽ. കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് നോക്കി? കുറച്ചൊന്ന് കേളായില്ലേ? ഇപ്പം കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരും. ഞാൻ ചെയ്തിട്ട് വരാം. കണ്ടോ ഐലാഷസിൻ്റെ ഡിഫറൻസ്? നമ്മൾ ഇങ്ങനെ പീല് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ തന്നെ ഇതാ ഈ ഒരു ഇത് കിട്ടും. ഞാൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും. ഈ ഒരു കേളും ചെയ്തിട്ടാണ് ഞാൻ എവിടേക്കും പോകാറുള്ളത്. ഇപ്പോൾ ഇന്നലെ വാങ്ങിയതാണ് മാർസിൻ്റെ. പിന്നെന്താ പറയുക, മസ്കാര. അടിപൊളി. ഈ റിങ്ങും ഞാൻ ഇന്നലെ മേടിച്ചതാണ്. സിൽവർ കളറാട്ടോ. ഗോൾഡിലാണ് ഇഷ്ടം. സിൽവറാണ്. സിൽവറിൻ്റെ കുറേ റിങ്സ് ഉണ്ട്. അതുകൊണ്ട് പോരാനായിട്ട് ഞാൻ വീണ്ടും വാങ്ങും. ഇതാണ് മറ്റേ നമ്മുടെ ഹിജാബ് മാഗ്നറ്റില്ലേ. ഇത് കുറച്ച് അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളത് വാങ്ങിയാൽ നല്ല സെറ്റാണ്. ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഉണ്ട്, അപ്പോൾ അത് പക്ക അടിപൊളിയായിട്ട് നിൽക്കില്ല. ഇത് ഒറ്റ ഇതിന് കണ്ടോ നല്ല സെറ്റായിട്ട് നിൽക്കും. വിചാരിക്കും വാങ്ങിച്ചു സെറ്റായി. എല്ലാം ഒന്നുകൂടെ ചോക്കണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടോ. എന്തായാലും താഴെ പോയി കാണിച്ചു കൊടുത്തിട്ട് വരാം. ചിലപ്പോൾ ഔട്ട്ഫിറ്റ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഹായ് പറയടാ. എന്താണ് വലിയ ഡ്രസ് ഇട്ട് വാങ്ങിയതാണ് സംഭവം. ഒന്നില്ലേ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഇതാണ്. അപ്പം എല്ലാരും കാട്ടി ലാമിനെ കാണുന്നില്ല ഇറങ്ങാണ്ട് ഓളയും കാട്ടി തരാൻ. ഞാൻ എല്ലാരും കാണിച്ചു പിന്നെ കാണണ്ടേ. ഓളെങ്ങനെയുണ്ട് പറയട്ടോ.